മറ്റൊരു വിയോഗം കൂടി വന്നിരിക്കുന്നു. കോഴിക്കോട്ടെ മുതിർന്ന CPM നേതാവ് TP ദാസൻ അന്തരിച്ചു. CPM മുൻ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്നു. അതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ മുൻ മേയറായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ മുൻ പ്രസിഡന്റായിരുന്നു. വളരെ അറിയപ്പെട്ട CPM നേതാവായിരുന്നു TP ദാസൻ. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, പറയൂ. SKN CPM-നും ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമെല്ലാം കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട മുഖമാണ് നഷ്ടപ്പെട്ടത്. 76 വയസ്സായിരുന്നു. പക്ഷേ പ്രായാധിക്യമുള്ള സമയത്തും പാർട്ടി പരിപാടികളിലെല്ലാം മുൻനിരയിൽ തന്നെ TP ദാസൻ്റെ വലിയ മുഖം നമ്മൾ ചിരിച്ചുകൊണ്ട് കാണാറുണ്ട്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലഘട്ടം ഒക്കെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചു. SFIയുടെ ആദ്യകാലത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. MA ബേബിയെ പോലുള്ള ജനറൽ സെക്രട്ടറിയുടെയൊക്കെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരു നേതാവ്. മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം KSF കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് DYFIയുടെ ഭാരവാഹിത്വത്തിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട മുഖമാണ് നഷ്ടപ്പെട്ടത്. ഏറെക്കാലം മേയറായിരുന്നു. വിവാദങ്ങൾ ഉണ്ടായ സമയത്തും അദ്ദേഹം പാർട്ടിയോടൊപ്പം തന്നെ നിന്നിരുന്നു. പാർട്ടിയിലെ വിഭാഗീയതയുടെ കാലഘട്ടത്തിലും അദ്ദേഹം കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയി. മേയർ എന്നുള്ള നിലയിലും അതുപോലെ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ, കാരണം കായിക അധ്യാപകനായിരുന്നു, കായിക രംഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഇടപെടൽ. ഈ പ്രൊജക്റ്റ് ഇന്ത്യ പോലുള്ള വലിയ ലക്ഷ്യങ്ങൾ, ഒളിമ്പിക്സിൻ്റെ വേദിയാക്കുക, അങ്ങനെയുള്ള വലിയ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അദ്ദേഹം ഈ വിഷൻ ഇന്ത്യ പ്രൊജക്റ്റ് അത് കേരളത്തിൽ ആ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിലും അതുപോലെ ദേശീയ ഗെയിംസിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും TP ദാസൻ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു. ഈ പിണറായി വിജയൻ്റെ ഒരു വിശ്വസ്തനായി കോഴിക്കോട് പ്രവർത്തിച്ച ഒരാൾ കൂടിയായിരുന്നു അക്ഷരാർത്ഥത്തിൽ TP ദാസൻ വിടവാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇടതുപക്ഷത്തിന് ഒരു പ്രധാനപ്പെട്ട മുഖമാണ് നഷ്ടപ്പെടുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.